നമസ്കാരം, സെല്ലുലോയിഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ മുഖത്തിന് ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതമായ ഒരാളാണ് ഇന്ന് നമ്മുടെ സെല്ലുലോയിഡിന്റെ കൗച്ചിലുള്ളത്. ലെറ്റ്സ് വെൽക്കം മുകുന്ദൻ മേനോൻ ടു സെല്ലുലോയിഡ്. മുകുന്ദേട്ടാ, വെൽക്കം ടു സെല്ലുലോയിഡ്. ചേട്ടൻ്റെ ഒരു കരിയറിന്റെ ജേർണി എന്ന് പറയുന്നത് ഭയങ്കര അനുഭവ സമ്പന്നമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ചേട്ടനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇങ്ങനെ പിന്നിലേക്ക് പോയപ്പോൾ കിട്ടിയ കാര്യങ്ങളൊക്കെ ഭയങ്കര രസമുള്ളതും പുതിയ അറിഞ്ഞപ്പോൾ അയ്യോ ചേട്ടൻ അതുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, ഇങ്ങനെ ഇതുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് ചിന്ത പോയ കുറെ ഏരിയകളുണ്ട്. ഒക്കെ ഇരുന്ന് നമുക്ക് സംസാരിക്കണം, നമുക്ക് തുടങ്ങാം. ഇപ്പൊ നമ്മളുള്ളത് സൂര്യ ടിവിയുടെ വണത്തെ ഹിറ്റ് സീരിയൽ പെയ്തൊഴിയാതെയുടെ ലൊക്കേഷനിലാണ്. അതുകൊണ്ട് ബാലമാഷായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ 2-3 എപ്പിസോഡ് കണ്ടു. ഞാൻ അതിനിടക്ക് ഈ ഷോട്ടിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. വലിച്ചോണ്ട് വരുമായിരുന്നു, നരയൊക്കെ ഇട്ടിട്ടിരിക്കുന്നത്. ഭയങ്കര രസമുണ്ടായിരുന്നു ചേട്ടന്റെ പെർഫോമൻസ്. സന്തോഷം. അതെ പറയുന്നത് എപ്പോഴും ഒരു നമുക്കൊരു അപ്രിസിയേഷൻ കിട്ടുന്ന സാധനം അങ്ങനെ വരുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അതുപോലെ ഇതിൻ്റെ അകത്തുള്ള അപ്പൊ എനിക്ക് ഒരുപാട് ഞാൻ ഇടയ്ക്കുന്നാണല്ലോ കാണുന്നത്, എനിക്ക് അറിയത്തില്ല ചേട്ടൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്. അപ്പൊ സീരിയലിൽ പൊതുവെ ആണുങ്ങളെ കുറച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട് ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനായിരിക്കും ഫീമെയിൽ ഓറിയന്റഡ് ആയിരിക്കും. ടെലിവിഷൻ പ്രോജക്ട്സ് തന്നെ പൊതുവെ ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടായിരിക്കും. പക്ഷേ അടുത്ത കാലത്ത് കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് മെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള പല അല്ലെങ്കിൽ അങ്ങനത്തെ ടെലിവിഷൻ പരമ്പരകൾ എനിക്ക് വരാറുണ്ട്. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഓരോ പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അല്ലെങ്കിൽ മെയിൽ ഓറിയന്റഡ് അല്ലെങ്കിൽ പോലും ഈ എന്റെ ക്യാരക്ടറിന് ഭയങ്കരമായ പ്രോമിനൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ തരത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അതുപോലെ ഇമോഷൻസിന്റെ വേരിയേഷൻസ് ആണെങ്കിലും മാസ്കുലിനിറ്റിയിൽ തന്നെ നിന്നുകൊണ്ട് അതിൻ്റെ അകത്ത് പല പല ഷെയ്ഡ്സിൽ ഇങ്ങനെ പോയത് ഭയങ്കര രസമുണ്ടായിരുന്നു. വെരി നൈസ്. പിന്നെ ചേട്ടൻ്റെ ഇന്റർവ്യൂസിൽ എപ്പോഴും ചേട്ടനോട് ചോദിക്കുന്ന ചോദ്യമായിരിക്കാം, റിപ്പീറ്റ് ആയിരിക്കാം. ചേട്ടൻ പല പ്രാവശ്യം ഇതിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ എന്നാലും നമുക്കിത് തൊടാതെ പോകാൻ പറ്റില്ല. ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു എൻട്രി കിട്ടിയ ആളാണ്. സൈന്യം എന്ന് പറഞ്ഞൊരു മൂവിയിലൂടെ ആയിരുന്നു ചേട്ടൻ്റെ ഫസ്റ്റ് തുടക്കം, അല്ലേ? അത് ചേട്ടൻ്റെ ഫസ്റ്റ് മൂവിയാണോ സൈന്യം? ഫസ്റ്റ് മൂവി അല്ല, ഒരു തേർഡ് മൂവിയാണ്. അതായത് ശരിക്കും അതിന് മുന്നേ ഞാൻ ഒരേ സമയത്താണ് വന്നിരിക്കുന്നത്. പവിത്രം എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ചെയ്തു ലാലേട്ടൻ്റെ കൂടെ. ഓക്കെ. ആ പവിത്രവും പവിത്രം, പൊന്തമ്മാട, സൈന്യം ഇതൊക്കെ ഏതാണ്ട് ഒരേ പീരീഡ്, ഓരോ വർഷത്തിന്റെ വ്യത്യാസമാണ്. പക്ഷേ സൈന്യം നമുക്കൊരു ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കിയ മൂവിയാണ്. കാരണം അതൊരു വലിയ മൂവിയായിരുന്നു അന്നത്തെ കാലത്ത്. അതൊരു ഭയങ്കര ബിഗ് മൂവിയാണ്. നിങ്ങൾ ഹൈദരാബാദിലൊക്കെ പോയ അത് മാത്രമല്ല, അന്ന് നമുക്ക് ഇത്രമാത്രം സാങ്കേതിക വിദ്യകൾ ഇത്രമാത്രം പുരോഗമിച്ചില്ലാത്തൊരു സമയത്ത് അത്രയും വലിയൊരു പടം എന്ന് പറയുന്നത് വലിയൊരു, അതായത് ജോർജ് സാറിന്റെ ഒരു മാസ്റ്റർ പീസ് മൂവിയാണത്. അപ്പൊ അതിൽ മാത്രമല്ല, അന്ന് നമ്മളെ കൂടെ അഭിനയിച്ചിരുന്ന ആളുകളൊക്കെ വളരെ പ്രശസ്തരായി. പിന്നീട് ഇപ്പോൾ വിക്രമിൻ്റെ ഒക്കെ പൊസിഷൻ നമുക്ക് വിക്രം നമ്മളെ കൂടെ അഭിനയിച്ചിരുന്ന ആളാണെന്ന് പറയുമ്പോൾ സന്തോഷം വലിയതല്ലേ. അതിൽ കണ്ടല്ലോ എല്ലാവരും, അതായത് ഭയങ്കര ഒത്തൊരുമയോടുകൂടി ഈ ഷൂട്ടിംഗ് ഉള്ള സമയത്തും ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്താണ് കൂടുതൽ ഞങ്ങൾ എൻജോയ് ചെയ്തിരുന്നത്. കാരണം ഞങ്ങൾ ഭയങ്കര ഹൈദരാബാദ് സിറ്റി ശരിക്കും ഞങ്ങൾ എന്താ പറയുക, അവിടെ ആ സിറ്റി ഉപയോഗിച്ചുകൊണ്ടുള്ള ഞങ്ങൾ യാത്രകളും കുഞ്ഞു യാത്രകളും കുഞ്ഞു അതായത് ചെറിയ ഷോപ്പിങ്ങും ആ ഹൈദരാബാദ് സിറ്റിയിൽ, ഹൈദരാബാദിൽ ഈ മറ്റേ എയർഫോഴ്സ് അക്കാദമിയിലായിരുന്നു മെയിൻ ലൊക്കേഷൻ. അല്ലാതെയും വേറെ കുറച്ച് ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ സൈന്യത്തിൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഷൂട്ടിംഗ് ഓർമ്മകളെക്കാളും വലിയൊരു സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ ആ ഒരു പ്രാധാന്യമോ അതിൻ്റെ ഒരു ഭയങ്കരമായ അതിൻ്റെ ഒരു സീരിയസ്നെസ്സിനേക്കാളൊക്കെ ഉപരി എൻ്റെ മനസ്സിൽ തങ്ങി വെക്കുന്ന അന്ന് ഈ നമ്മുടെ വിക്രമാണെങ്കിലും ദിലീപ് ആണെങ്കിലും അഭി, അതുപോലെ കൃഷ്ണൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ആർട്ടിസ്റ്റ്, ഞങ്ങൾ ഒരുപാട് നല്ല സൗഹൃദത്തിലുള്ള കുറേ ആൾക്കാർ ഒരുമിച്ചുണ്ടായിരുന്ന ആ നല്ല ഓർമ്മകൾ. അതാണ് ശരിക്കും സൈന്യത്തെക്കുറിച്ച് എനിക്ക് പറയാം. കാരണം സീരിയസ് ആയിട്ട് ആ സൈന്യം വന്ന ഇത്രയും വലിയൊരു മൂവിയാണ്, ജോർജ് സാറിൻ്റെ മൂവിയാണ്. ഇത് നമുക്ക് കരിയറിൽ നമുക്ക് ഭയങ്കരമായ ഒരു ചേഞ്ച് ഉണ്ടാക്കും. അത്തരം ചിന്തകളെക്കാളും നമ്മൾ ഇതിലൊക്കെ ആയിരുന്നു, അതായത് ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്തു, അഭിനയിക്കുമ്പോഴായാലും എൻജോയ് ചെയ്യുന്നു, അല്ലാത്ത സമയത്താണെങ്കിലും എൻജോയ് ചെയ്യുന്നു. ഞങ്ങൾ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് പറഞ്ഞാൽ ഞങ്ങളവിടെ അന്ന് ഷൺമുഖൻ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള അന്നത്തെ കൺട്രോളർ, അദ്ദേഹത്തിൻ്റെ 50 വർഷം സിനിമയിൽ പൂർത്തിയാക്കിയതിൻ്റെ ഒരു സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ ദിലീപും വിക്രമും ഞാനും എല്ലാവരും കൂടി സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സംഭവങ്ങൾ, അതൊക്കെയാണ് നമ്മളെ മനസ്സിൽ ഓർമ്മകളായിട്ട് വരുന്നത്. ഭയങ്കര രസകരമായ കാലഘട്ടമായിരുന്നു. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ തമ്മിൽ കോൺടാക്ട് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ? സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ അഭിമരിക്കണ വരെ അഭിയായിട്ടൊക്കെ കോൺടാക്ട്സ് ഉണ്ടായിരുന്നു, ദിലീപായിട്ട് കോൺടാക്ട്സ് ഉണ്ടായിരുന്നു. കോൺടാക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളെന്ന് പറഞ്ഞാൽ വിക്രമാണ്. പക്ഷേ വിക്രമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. കാരണം വിക്രം ഞാൻ എപ്പോഴും മെസ്സേജിലൂടെയാണ് കൂടുതൽ മെസ്സേജ് അയക്കും. ചില സമയത്ത് വിളിച്ചാൽ കിട്ടും. അപ്പോൾ വിളിച്ചാൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു. അപ്പം പക്ഷെ പുള്ളി അന്നൊന്നും മാറിയിട്ടില്ല, ഇപ്പോഴും അദ്ദേഹം മാറിയിട്ടില്ല. ഇപ്പോഴും എവിടെ വെച്ച് കണ്ടാലും
എവിടെ വെച്ച് നേരിട്ട് കണ്ടാലും ഭയങ്കരമായ ആ പഴയ കാലത്തെ ഓർമ്മകളിലെ പഴയ ആ സുഹൃത്തുക്കളെ പോലെയുള്ള ആ നല്ല സൗഹൃദം, ആ ബോണ്ടിങ് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് അന്യൻ ഒക്കെ ഹിറ്റായ സമയത്ത് ഞാൻ കണ്ടപ്പോൾ പുള്ളി എന്നോട് ഒരു സിനിമയുടെ സ്വഭാവം അനുസരിച്ച് ഹൈറ്റ് കൂടുന്തോറും ചിലപ്പോൾ നമുക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജിൽ സൗഹൃദം നമ്മൾ നല്ല സൗഹൃദമുണ്ട്, പക്ഷേ ആ ബോഡി ലാംഗ്വേജിൽ ഡിഫറൻസ് വരും. അങ്ങനെ ബോഡി ലാംഗ്വേജിൽ ഡിഫറൻസ് വരാത്ത എൻ്റെ ഏക സുഹൃത്താണ് വിക്രം. ബോഡി ലാംഗ്വേജിൽ അദ്ദേഹത്തിന് അന്ന് എങ്ങനെയായിരുന്നു എന്നോട് പെരുമാറിയിരുന്ന അതേ ബോഡി ലാംഗ്വേജാണ്, അതേ സ്നേഹമാണ്. പക്ഷേ ഞങ്ങൾക്ക് കാണാനൊന്നും പറ്റാറില്ല അങ്ങനെ, കാരണം അദ്ദേഹത്തിൻ്റെ മേഖല ഡിഫറൻ്റ് ആണ്. നമുക്കങ്ങനെ എപ്പോഴും കാണാൻ പറ്റുന്നൊരു സാഹചര്യമില്ല. അതായത് ഇതിൻ്റെ ഫംഗ്ഷൻ ആയിരുന്നു തോന്നുന്നു, ഇരുമുഖൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഞങ്ങളെ ഈ സൈന്യത്തിലെ പഴയ ടീമിലെ ആൾക്കാരെയൊക്കെ ഒരു ചാനലിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ അതിൽ എല്ലാവരും ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് അറിയില്ല, ഈ വിക്രമൻ അറിയില്ല ഞങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ പുള്ളി ഇങ്ങനെ ചോദിച്ചു, പഴയ സൈന്യം ടീമിലെ ആൾക്കാരെയൊക്കെ ഓർമ്മ ഉണ്ടോ, അവരൊക്കെ വലിയ വന്നിട്ടുണ്ടോ? അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ അവിടത്തെ കുറിച്ച് പറഞ്ഞു. പക്ഷേ എന്നെക്കുറിച്ച് പറഞ്ഞു പുള്ളി, മുകുന്ദുമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട്, മുകുന്ദൻ എന്നെ വിളിക്കാറുണ്ട് ഇടയ്ക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ എൻ്റർ ചെയ്യുന്നത് ആ സ്റ്റേജിലേക്ക്. പുള്ളിയുടെ റിയാക്ഷൻ ഉണ്ടായിരുന്നു. ആ റിയാക്ഷൻ പലപ്പോഴും നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റുക. ആ പുള്ളിയുടെ ആ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒറിജിനലാണ്. കണ്ടതിൻ്റെ ആ സന്തോഷം ഭയങ്കര. അപ്പോൾ വിക്രമനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എത്ര സംസാരിച്ചാലും, നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് നേരം സംസാരിച്ചാലും മതിയാവില്ല എന്നല്ലേ. അതുകൊണ്ട് അത് തീരില്ല, ഈ നമ്മളെ എപ്പിസോഡുകളിലൊന്നും നിൽക്കില്ല. പവിത്രം, പൊന്തന്മാട, സൈന്യം 3 സിനിമകൾ ഒരേ സമയത്ത് ഇറങ്ങിയത്. അപ്പൊ ഏകദേശം ചിത്രീകരണം ഒരേ സമയത്തായിരിക്കും. 3 ലെവലിൽ നിൽക്കുന്ന പടങ്ങൾ. അതെല്ലാം ഒരു സമയത്ത് ഷൂട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഒരു സമയത്ത് ഷൂട്ട് ചെയ്തെന്ന് വെച്ചാൽ ഇതിന്റെ ചെറിയ അതായത് ഞാൻ അടുപ്പിച്ച് ചെയ്ത 3 സിനിമകളാണത്. അത് ഓരോ ചെറിയ എന്താ പറയുക മാസങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ എങ്കിലും അടുപ്പിച്ചാണ് ഇതെല്ലാം വന്നത്. ഒരേ സമയത്ത് തന്നെ ഏതാണ്ട് റിലീസ് ചെയ്യപ്പെട്ട സിനിമകളാണ്. അപ്പൊ അത് 3 ജോണറിൽ പെട്ട സിനിമകളാണ്. അപ്പൊ തുടക്ക സമയത്ത് ഇങ്ങനെ ഈ പല തരത്തിലുള്ള പടങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതിന്റെ ഒരു ഖയോസ്കോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല? അല്ല, അങ്ങനെയല്ല. ഞാൻ അന്നൊക്കെ ശരിക്കും പറയുക വെച്ചാൽ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടമല്ല. അന്നൊക്കെ ഒരു സിനിമ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഒരു വർക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര. ഞാനൊക്കെ വളരെ ചെറുപ്പകാലം തൊട്ടേ ഞാൻ നാടകവേദിയിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ കയറുമ്പോൾ അന്ന് തൊട്ട് ഞാൻ ഭയങ്കര വർക്കഹോളിക്കാണ്. എനിക്കൊരു പ്രോജക്റ്റ്, ഒരു സാധനം കിട്ടുക പറഞ്ഞാൽ അതിന് ഭയങ്കര സന്തോഷത്തോടെയാണ് ഇരുന്നത്. എൻ്റെ യൂത്ത് ഫെസ്റ്റിവലുകളൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യൂത്ത് ഫെസ്റ്റിവലിൽ എന്ന് പറയുന്നത് നമ്മൾ ആ യൂത്ത് ഫെസ്റ്റിവൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. കാരണം നമ്മൾ എന്ത് പുതിയ ഐറ്റം ചെയ്യാം, പ്രാവശ്യം പുതിയ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ. അപ്പോൾ അന്നൊട്ടേ നമുക്ക് അതുകൊണ്ട് ഇതിലൊരു എന്താ പറയുക, ഞാനതിനൊക്കെ ഒരു സന്തോഷമുണ്ട് എനിക്ക് എന്നല്ലാതെ അതിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാനങ്ങനെ ചെയ്യുന്നു എന്നുള്ള അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അന്ന്. അതെന്താണെന്നറിയില്ല. ഞാൻ ഇതിനു വേണ്ടി ജനിക്കപ്പെട്ട ഒരാളാണെന്നുള്ളൊരു ഫീലിംഗ് അപ്പോഴേ ഉണ്ട് എനിക്ക്. ഒരു ആക്ടർ കഥാപാത്രങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന എഫർട്ടുകൾ ചേട്ടൻ്റെ എഫർട്ടുകൾ എന്തെങ്കിലും ചേട്ടൻ ഷെയർ ചെയ്യാനുണ്ടോ? അതിൻ്റെ ഒരു ടെക്നിക്കലി പറയുകയാണെന്ന് വെച്ചാൽ 2 ടൈപ്പ് പ്രിപ്പറേഷനാണത്. ഒന്ന് ആക്ടേഴ്സ് പ്രിപ്പറേഷൻ, ഒന്ന് ക്യാരക്ടർ പ്രിപ്പറേഷൻ. ആക്ടേഴ്സ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നല്ല നടനാവാൻ വേണ്ടി നമ്മളെപ്പോഴും തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. അത് നമ്മളൊരു സൈദ്ധാന്തികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. നല്ല ബോഡി ഫ്ലെക്സിബിലിറ്റി, നല്ല ഫ്ലെക്സിബിളായിട്ട് ബോഡി വയ്ക്കുക, നല്ല ശബ്ദം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് നല്ല ഉച്ചാരണ ശുദ്ധി, നമുക്ക് നല്ല എന്താ പറയുക, നമ്മുടെ മെയ്വഴക്കത്തോടു കൂടി നമ്മളെ സ്വന്തമായ രീതിയിൽ നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്ന ശബ്ദവും ശരീരവും മനസ്സും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു ആക്ടറെ ശരിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ 3 മൈൻഡ്, വോയിസ്, ബോഡി, മൈൻഡ് ആൻഡ് വോയിസ്. ശരി. അത് കഴിഞ്ഞ് അടുത്തെന്ന് വെച്ചാൽ ഒരു കഥാപാത്രത്തിന് വേണ്ടി നമ്മളൊരു പ്രിപ്പറേഷൻ നടത്തുക. പ്രത്യേക ഉദാഹരണം പറഞ്ഞൊരു മേള വിദ്വാനായിട്ട് നമ്മൾ അഭിനയിക്കണം. നമുക്ക് മേളത്തെക്കുറിച്ച് ഒരു കുന്തം അറിയില്ല. അപ്പോൾ നമ്മൾ മേളം പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ അത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ ഒരു കളരി അഭ്യാസിയായി നമുക്ക് അഭിനയിക്കേണ്ട ഒരു സംഭവം വെച്ചാൽ കളരിപ്പയറ്റിലെ ഒരു വലിയ വിദഗ്ധനാണ്. അപ്പോൾ നമ്മൾ കളരി അറിയാതെ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ കളരിപ്പയറ്റ് പരിശീലിക്കണം. അത് നമ്മൾ അത്തരം പരിശീലനങ്ങളാണ് നമ്മൾ ക്യാരക്ടർ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക കഥാപാത്രത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന പരിശീലനങ്ങൾ. ഇനി ഇതൊന്നും അല്ലാതെയും ചില പ്രത്യേകമായ സിറ്റുവേഷൻസ് മനുഷ്യന് വരാം. അങ്ങനെ എനിക്കൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നെത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നു. അപ്പോൾ ആ സിനിമ ഫഹദിൻ്റെ സിനിമ, ഫഹദ് നായകനായ. അപ്പോൾ അതിൽ ചെയ്യണ സമയത്ത് എന്നോട് അതിൽ ഡയറക്ടറായ വി കെ പ്രകാശ് പറഞ്ഞു, എടാ നിൻ്റെ കഥാപാത്രം ഭയങ്കര മടിയനാണ്. അതായത് ഗൾഫിലൊന്നും ജോലി ചെയ്തിട്ട് ആ ഗൾഫിലെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് പോകുന്നതാണ്. അയാൾക്ക് എന്താ വെച്ചാൽ വെയിലുള്ള വയ്യ. അയാൾ ഭയങ്കര മടിയനാണ്, ബേസിക്കലി ഭയങ്കര മടിയനാണ്. ഇരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഒരു സാധനം ചായ കുടിക്കണേ തന്നെ ആ ചായ ഇവിടെ വന്നാൽ ഞാൻ കുടിക്കാം എന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് കുടവയറൊക്കെ ആയിട്ട് നല്ല തടിച്ചും ഭയങ്കര കൊഴുത്തിരിക്കണ ആളെന്ന് പറഞ്ഞു. മറ്റേ തലമുടിയൊക്കെ പുള്ളിക്ക് ഒരു മുട്ട അടിച്ച പോലത്തെ ഒരു തലമുടിയാണ്, കുറ്റി മുടി. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അത് വെട്ടണ്ടേ, നല്ല മെനക്കെട്ട പരിപാടികളാണ് പുള്ളി. അങ്ങനെയുള്ള ആളാണ്.
അപ്പം എൻ്റെ കഥാപാത്രം അപ്പം ഞാൻ ആ കഥാപാത്രം മോൾഡിംഗ് ഒക്കെ നടന്നു. അപ്പം ഞാൻ അന്ന് ടെലിവിഷൻ കുറച്ച് കാലത്ത് ഒരു ബ്രേക്ക് എടുത്ത സമയമായിരുന്നു. അതായത് സിനിമകൾ മാത്രം ചെയ്യണമെന്നല്ല, അങ്ങനെ ആ സിനിമകൾ മാത്രം ചെയ്യണമെന്ന് തീരുമാനിച്ച് അതിനൊരു കുറച്ച് നേരം ഞാൻ ടെലിവിഷൻ ചെയ്യുന്നില്ല, സിനിമകളിലേക്ക് കിട്ടണം. കാരണം കൂടുതൽ സിനിമകൾ ചെയ്യണമെന്ന് വെച്ചാൽ ടെലിവിഷൻ മാറിയെന്നേ പറ്റൂ. അങ്ങനെ എടുത്തപ്പോൾ ആദ്യം വരുന്ന സിനിമയാണ് ഈ നത്തോലി ഒരു ചെറിയ മീനല്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് എനിക്ക് ഇനി അടുത്ത പടം എപ്പോഴാണ് എന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തീരാറാകുമ്പോൾ ആണ് എനിക്ക് റോഷൻ ആൻഡ്രൂസിൻ്റെ കോൾ വരുന്നത്. മുംബൈ പോലീസ് എന്ന് പറഞ്ഞ വലിയൊരു മൂവി. ആ മൂവിയിലെ നേവൽ ഓഫീസറായിട്ടുണ്ട് ക്യാപ്റ്റൻ ശ്രീനിവാസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര സന്തോഷം, എനിക്ക് വളരെ ഹാപ്പിയായി. ഇത് കഴിഞ്ഞ ഉടനെ അടുത്ത പടം വരില്ലേ, 20 ഇപ്പോൾ ഉടനെ തോന്നുമ്പോൾ ഷൂട്ടിംഗ് നോക്കിയപ്പോൾ 20 ദിവസമേ ഉള്ളൂ, ഇനി അടുത്ത 20 ദിവസത്തിനുള്ളിൽ ഷൂട്ടിംഗ് തുടങ്ങും. ഇത് കഴിഞ്ഞ് ജസ്റ്റ് എൻ്റെ പാക്കപ്പ് ആ സമയത്താണ് ഈ കോൾ വരുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പി, ദൈവമേ എനിക്ക് എൻ്റെ ആ തീരുമാനമൊക്കെ കറക്റ്റായിരുന്നു എന്നൊക്കെ വിചാരിച്ച്. അപ്പോഴാണ് പുള്ളി പറഞ്ഞത്, ചേട്ടാ പിന്നെ ചേട്ടനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, പുള്ളി എന്നോട് പറയാം നേവൽ ഓഫീസറാണേ, അപ്പോൾ ബോഡി നല്ല ഫിറ്റായിരിക്കണം, നമുക്കിപ്പോൾ ഒരു 6 പാക്ക് ഒന്നും വേണമെന്ന് പറയുന്നില്ല, പക്ഷേ നല്ല ഫിറ്റായിരിക്കണം, വയറൊന്നും ഉണ്ടാവരുത്, ഭയങ്കര ഫിറ്റായിരിക്കണം എന്ന് പറഞ്ഞു. അവിടെ എൻ്റെ കണ്ണ്, ഞാൻ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വരുമ്പോൾ ഞാൻ ഫിറ്റായിരിക്കും എന്ന് പറഞ്ഞു. എങ്ങനെ ഫിറ്റാവും, ഞാൻ ഇത്രയും കുടവയറും സംഭവങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്, ഞാൻ ഉരുണ്ടിരിക്കുക, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഷേപ്പ് ഉരുണ്ട ഒരു ഭരണി പോലെ ഇരിക്കുകയാണ്. പിന്നെ അപ്പം പക്ഷേ ഞാൻ ഇദ്ദേഹത്തിന് വാക്ക് കൊടുത്തതാണ്, ഞാൻ അതിലേക്ക് മാറും. അപ്പം ഞാൻ ആലോചിച്ചത് നമ്മളെ ആക്ടേഴ്സ് പ്രിപ്പറേഷൻ, ക്യാരക്ടർ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കഥാപാത്രം മെലിഞ്ഞൊരു ഭയങ്കര മറ്റേ അതായത് ട്രിം ആയിട്ടുള്ള വളരെ എന്താ പറയുക ബോഡി ഭയങ്കര കൊഴുപ്പൊന്നും ഇല്ലാത്ത നല്ല ഒരു 6 പാക്ക് ഒന്നും ഇല്ലെങ്കിലും നല്ല കട്ട ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തയ്യാറാണ്. അതൊരു ഞാനൊരു ക്യാരക്ടർ പ്രിപ്പറേഷൻ ആക്കി അങ്ങ് എടുത്തു. പിന്നെ ഞാൻ ഏതാണ്ട് 4.5 മണിക്കൂറോളം ഡെയിലി ജിമ്മിലായിരുന്നു ഞാൻ. 5 മണിക്കൂറൊന്നും എൻ്റെ ശരീരത്തിൽ താങ്ങില്ല. പക്ഷേ ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കണം. എനിക്കൊരു ഡയറക്ടർ ഒരു നല്ല വേഷം തന്നു, ആ വേഷത്തിൽ ഞാൻ അതിനോട് നീതി പുലർത്തണം എന്നുള്ള എൻ്റെ ആ ചിന്താഗതി കൊണ്ട് ഞാൻ 5 മണിക്കൂർ, എക്സാജറേഷൻ അല്ല, 5 hours ഞാൻ ജിമ്മിലായിരുന്നു. വേറെ മറ്റേ ഈ പ്രോട്ടീൻ പൗഡർ ഒന്നും എടുക്കാതെ തന്നെ ഞാൻ 5 മണിക്കൂർ എല്ലാ ദിവസവും. അത് ഈ അബ്ഡമൻ എക്സസൈസാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത്. അബ്ഡമൻ എക്സസൈസ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര വേദന വരും. അപ്പോൾ ഈ അബ്ഡമനെ 200 എണ്ണൊക്കെയാണ് ഞാൻ ഒരു ദിവസം ചെയ്തിരുന്നത്. അപ്പോൾ എന്നോട് ട്രെയിനർ പറഞ്ഞു, അവിടെയുള്ള ട്രെയിനർ പറഞ്ഞു ഇത്രയും ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ബോഡിക്ക് ഇത് താങ്ങില്ല, നട്ടലിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, വരില്ല, ഞാനൊരു പോസിറ്റീവ് കാര്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അയാളുടെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല, പക്ഷേ ഞാൻ ചെയ്തു. പക്ഷേ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനിടയ്ക്ക് ഈ 2 സിനിമയെ അടുപ്പിച്ച് ഇട്ടിട്ട് അതിൻ്റെ DVD ഇട്ട് മറ്റേ മീൻസ് അതിൻ്റെ ഇതിട്ട് കാണുമായിരുന്നു. അതായത് 2 തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. എൻ്റെ ശരീരപ്രകൃതി പിന്നെ എൻ്റെ ക്യാരക്ടറിന് ഭയങ്കര വ്യത്യാസമുണ്ട്, ആ 2ൻ്റെ ക്യാരക്ടർ. അപ്പോൾ പക്ഷേ എനിക്ക് അവിടെ ചെന്നപ്പോഴും ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ചേട്ടാ ശരീരമൊക്കെ ഓക്കെ, പക്ഷെ മുടി എന്താ, മുടി കുറ്റി മുടിയാണല്ലോ, അതെന്താ? എൻ്റെ മറ്റേ മുടി ഇങ്ങനെയായിരുന്നു. അയ്യോ, നമ്മളെ ക്യാരക്ടർ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഒരു ക്ലബ് സീനുണ്ട്, അവിടെ വെച്ചാണ് ഒരു വലിയ ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നത്. അയാളെ ഈ ശ്രീനിവാസിൻ്റെ ഗേൾ ഫ്രണ്ടിനെ മറ്റേ ക്യാരക്ടർ കയറി അവരെ കൂടെ ഡാൻസ് ചെയ്യുന്നു, അവിടെയൊക്കെയാണ് ഒരു ഇഷ്യൂ തുടങ്ങുന്നത്. അപ്പോൾ ഒരു പ്രശ്നമാവുമോ? അപ്പോൾ ഞാൻ പറഞ്ഞാലും ബോഡിയൊക്കെ ഞാൻ മാക്സിമം ഇതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മുടിയിൽ ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഹെൽപ്ലെസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ എന്തോ പിന്നെ പുള്ളി നോക്കിയിട്ട് എനിക്ക് മറ്റേ എയർഫോഴ്സ് മറ്റേ നേവി ആൾക്കാർ കട്ട് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് കട്ട് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്ന് പുള്ളിക്ക് ഓക്കെ, ആറ്റിറ്റ്യൂഡ് ഓക്കെയാണ്, ഓക്കെ ഫിക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ലൈഫിൽ നമ്മൾ അങ്ങനെ അതായത് ഞാൻ ഈ പറഞ്ഞ എഫർട്ട് എടുത്തു വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ എഫർട്ടാണത്. കാരണം ഈ 20 ദിവസം കൊണ്ടൊന്നും ഒരിക്കലും എൻ്റെ ആ ശരീരത്തിന് ഇങ്ങനെ മാറ്റാൻ പറ്റില്ല. നമുക്ക് മാറ്റാം, പക്ഷെ അതിന് ടൈം എടുക്കും. ഇതൊരു യുദ്ധകാല അടിസ്ഥാനത്തിലാണ്, നമ്മൾ യുദ്ധം വരുമ്പോൾ ആൾക്കാർ ഇറങ്ങണ പോലെ ആ യുദ്ധകാല അടിസ്ഥാനത്തിൽ പെടുന്നതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ചേട്ടൻ്റെ സുഹൃത്ത് വിക്രം ഏറ്റവും കൂടുതൽ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ് എന്ന് പറയാം. അദ്ദേഹം ഏതെങ്കിലും രീതിയിലൊരു ഇൻസ്പിറേഷൻ ആണോ ചേട്ടൻ ഇതുപോലെ ഇങ്ങനെ? അല്ല, ആക്ച്വലി ഇൻസ്പിറേഷൻ ആയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഇൻസ്പിറേഷൻ അങ്ങനെ ഞാനൊരു ഒരാളിൽ നിന്ന് എടുത്തിട്ടൊന്നുമില്ല. അദ്ദേഹമൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് വരുത്തുന്ന അല്ലെങ്കിൽ രൂപയെ മാറ്റിക്കളയുന്ന ഒരു വ്യക്തിയാണ്. അത്രയും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള അവസരം വന്നിട്ടില്ല. പിന്നെ അവരായിട്ടൊന്നും നമുക്ക് അവരുടെ ഒരു രീതികളോ അവർക്കിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ബോഡി ട്രെയിനറും കാര്യങ്ങളും എല്ലാവരും ഉണ്ടാവും, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അവർക്ക് അതിനെ അവരുടേതായ രീതിയിൽ മാറ്റാം. നമ്മളൊക്കെ ചെറിയ രീതിയിൽ നമ്മളെ അറിവൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടികൾ ചില ഈ എന്താ പറയുക ഞാണില്ലാതെ ഒക്കെ ചാടുന്ന പോലത്തെ പരിപാടികളൊക്കെയാണ്. അങ്ങനെ ഈ ഞാണുമ്മക്കളി അല്ലെങ്കിൽ വളയമില്ലാതെ ചാടുക എന്നൊക്കെ പറഞ്ഞ പോലത്തെ അങ്ങനത്തെ പരിപാടികളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ ഉണ്ടാവാം മേ ബി ചിലപ്പോൾ കാരണം പുള്ളി അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ആർട്ടിസ്റ്റാണ്, ഭയങ്കര ഡെഡിക്കേഷനാണ്, ഇതിനു വേണ്ടി എന്തും ചെയ്യും, അങ്ങനത്തെ ആളാണ് വിക്രം. അപ്പം അങ്ങനെയുള്ള അതൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും ഉള്ളതുകൊണ്ട്. അല്ലാതെ നമുക്കൊരു പ്രത്യേക നമുക്ക് അദ്ദേഹമാണോ അതിൻ്റെ ഒരു കാരണം അത് ചോദിച്ചാൽ അങ്ങനല്ലാന്നേ പറയാൻ പറ്റുള്ളൂ. ശരി ചേട്ടൻ,
നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ, പറഞ്ഞു പോയപ്പോൾ പെട്ടെന്ന് പറഞ്ഞു, അതായത് സീരിയലിൽ രണ്ടാമത് സിനിമയിലേക്ക് വന്നപ്പോൾ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് സീരിയലിൽ നിന്ന് വിട്ടു നിന്നു. അങ്ങനെ ഒരു കാര്യമുണ്ടോ? അതായത് സീരിയൽ ചെയ്യുന്ന സമയത്ത് സിനിമയിൽ നല്ല വേഷങ്ങൾ ഉണ്ടാവാതിരിക്കുക? അല്ല, അത് അങ്ങനെ ചില ആളുകൾ പറയാറുണ്ട്. അതായത് സിനിമ ചെയ്യും, ടെലിവിഷൻ ചെയ്യുമ്പോൾ സിനിമ കിട്ടില്ല, സിനിമ ചെയ്യാൻ പറ്റില്ല, എപ്പോഴും ആൾക്കാർ പറയുന്നൊരു പരാതിയാണ്. അങ്ങനെയല്ല ഞാനത് പറഞ്ഞത്. മറിച്ച് ഞാൻ ശരിക്ക് ടെലിവിഷനിലൂടെ അല്ല സിനിമയിലൂടെ വന്ന ആളാണ്. പക്ഷേ സിനിമ ചെയ്തിട്ട് സിനിമയ്ക്ക് പിറകിൽ വർക്ക് ചെയ്തിട്ട് ക്യാമറയ്ക്ക് പിറകിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ സിനിമ എന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ പിന്നീട് എപ്പോഴോ ഞാൻ എൻ്റെ ആ ഒഴുക്കിൽ ഞാൻ ടെലിവിഷനിൽ അങ്ങ് സജീവമായി. എൻ്റെ വലിയ വലിയ ഹിറ്റുകൾ വരുന്നു, ജ്വാലയായൊക്കെ പോലുള്ള ടെലിവിഷൻ പരമ്പരകൾ വരുന്നു. അങ്ങനെ ടെലിവിഷനിൽ ഭയങ്കര തിരക്കായപ്പോൾ എനിക്ക് സിനിമകൾ നഷ്ടപ്പെട്ടു തുടങ്ങി. പല സിനിമകളും എനിക്ക് ചെയ്യാൻ പറ്റാതെ വന്നു. കാരണം അവർ എന്നെ സീരിയൽ ചെയ്യുന്നത് കൊണ്ട് ഒഴിവാക്കി എന്നുള്ളതല്ല ഞാൻ അതിന് പറയുന്നത്. സീരിയലിലെ തിരക്കുകൾ കാരണം പലപ്പോഴും എനിക്ക് ഈ സിനിമയ്ക്ക് പ്രോപ്പറായിട്ട് ഡേറ്റ് കൊടുക്കാനോ അവർ പറയുന്ന ഡേറ്റുകൾ കൊടുക്കണം. അവർക്കിപ്പോൾ ഇന്ന ദിവസങ്ങൾ പറഞ്ഞാൽ അല്ല നമുക്ക് ഇന്ന ദിവസമേ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അവർക്ക് ആ പറയുന്ന ഡേറ്റ് കൊടുക്കാൻ പറ്റണം. നമുക്ക് അന്ന് അത് പറ്റിയിരുന്നില്ല. അങ്ങനെ പല അവസരങ്ങൾ, നല്ല നല്ല അവസരങ്ങൾ സത്യനന്ദിക്കാട് സാറിൻ്റെ സിനിമ പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പണ്ട്, വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അത് ഞാൻ ജ്വാലയായി ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മൂവികളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നതിൽ. പക്ഷേ ആ സമയത്ത് ഞാൻ ഇവിടെ തിരക്കിലാണ്. എൻ്റെ ടെലിവിഷൻ പരമ്പരകളായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. സീരിയലിൽ അഭിനയിക്കുമ്പോഴും സിനിമയിൽ അഭിനയിക്കുമ്പോഴും ആഡ് ഫിലിംസിൽ അഭിനയിക്കുമ്പോഴും നാടകത്തിൽ അഭിനയിക്കുമ്പോഴും ഞാൻ എൻ്റെ കമ്മിറ്റ്മെൻറ്റും എൻ്റെ അതിനോടുള്ള സമർപ്പണ മനോഭാവവും സെയിമാണ്. എല്ലാറ്റിനോടൊരു ഒരു സമർപ്പണ മനോഭാവത്തോടെയാണ് ഞാൻ എല്ലാവരും കാണുന്നത്. സിനിമ ചെയ്യുമ്പോഴും ടെലിവിഷൻ ചെയ്യുമ്പോഴും നാടകം ചെയ്യുമ്പോഴും ആഡ് ഫിലിം ചെയ്യുമ്പോഴും. ജ്വാലയായി ഒരു ഭയങ്കര സീരിയലായിരുന്നു അത്. ആൻഡ് ഈ ഇടയ്ക്കാണ് ഞാൻ അറിയുന്നത് മമ്മൂക്കയായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർന്ന്. അതിൻ്റെ ചില സീൻസൊക്കെ ഇപ്പോഴും ആൾക്കാരെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യും, താഴെ വീഴുന്ന കമന്റ്സ്. ഓ മൈ ഗോഡ്. നെടുമുടി വേണു സാർ അച്ഛനായിട്ട് അഭിനയിച്ച അതിൻ്റെ പാട്ടാണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും എവ്രിതിങ്. മൂവി അത് ബിഗ് സ്ക്രീൻ അല്ലെന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഫീൽ ആൻഡ് ദാറ്റ് എഫർട്ട് ആ സാധനം കൊണ്ടുവന്നത്. ജ്വാലയെ കുറിച്ച് പറയുമ്പോൾ 1000 നമുക്ക് കാര്യങ്ങൾ പറയാനുണ്ടാവും. അതിൽ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം പറയാം. ആ ജ്വാലയ എന്ന് പറയുന്നത് അന്നത്തെ ഒരു ഭയങ്കര, അതായത് ഒരു പ്രിസ്റ്റേജിയസ് ആയ പ്രോജക്റ്റ് ആയിരുന്നു എല്ലാവരെ സംബന്ധിച്ചും. ഞാനന്ന് സൂര്യ ടി വിയിൽ ചാരുലത എന്ന് പറഞ്ഞാൽ എൻ്റെ അന്നത്തെ സൂര്യ ടി വിയിൽ തന്നെ അന്നത്തെ ഏറ്റവും മെഗാ ഹിറ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ചാരുലത എന്ന് പറഞ്ഞത്. അത് 3 തവണയായിട്ട് സൂര്യ ടി വി റീടെലികാസ്റ്റ് ചെയ്തു. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം 3 തവണ എന്നൊരു പ്രോജക്റ്റ് റീടെലികാസ്റ്റ് ചെയ്യില്ല എൻ്റെ അറിവനുസരിച്ച്. കാരണം പല സമയങ്ങളിലായിട്ട് രാത്രിയും പകലും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ജ്വാലയായുടെ കോൾ വരുന്നത്. അപ്പോൾ അതിൽ ഈ ഡയറക്ടറോട് ഇങ്ങനെ പുള്ളി ചോദിച്ചു, നമുക്ക് ഇങ്ങനെ കാസ്റ്റിങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നമുക്ക് ചോദിച്ചു മറ്റൊക്കെ വേണിച്ചേട്ടനാണ് ചെയ്യുന്നത്, അതിലെ നീരേറ്റ് കൃഷ്ണപിള്ള എന്ന് പറഞ്ഞാൽ സെൻട്രൽ ക്യാരക്ടർ വേണിച്ചേട്ടനാണ് ചെയ്യുന്നത്. എന്നോട് ചോദിച്ചപ്പോൾ ഈ അനന്തൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആരാ ചെയ്യുന്നത് എന്ന് ചോദിച്ചു മമ്മൂക്ക ഈ ഡയറക്ടറോട്. മുകുന്ദനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പുള്ളി പറഞ്ഞു. ആ കൊള്ളാം, അദ്ദേഹത്തിൻ്റെ ആ വാക്കാണ് കാരണം നമുക്ക് കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ല, കഴിഞ്ഞു, അത് ഫിനിഷ്, അത് ഫിക്സ് ആണ്. പ്രൊജക്റ്റ് വന്നപ്പോൾ എന്ന് വെച്ചാൽ എല്ലാം ഭയങ്കര, അതായത് ആർട്ടിസ്റ്റുകളെല്ലാം വളരെ ക്രീമായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, നല്ല തിരക്കഥ, നല്ല സംവിധാനം, നല്ല ക്യാമറ എന്ന് വേണ്ട, അതായത് ഒരു സീരിയൽ എങ്ങനെയാവണം എന്നുള്ളതിൻ്റെ ഒരു ആ സമയത്തെ ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു ഈ ജ്വാലയുടെ സമയത്ത്. നമ്മൾ എവിടെ പോയാലും അവരിൽ സ്വന്തം ഒരാളാണ്. ഈ അനന്തൻ എന്ന് പറഞ്ഞ പേരിലാണ് ഞാൻ കുറേ കാലം അറിയപ്പെട്ടിരുന്നത്. കാരണം എൻ്റെ പേര് മുകുന്ദൻ മാറി അനന്തനൊക്കെ ആയി മാറിയിരുന്നു. കാരണം അത്ര പിന്നെ ആ ക്യാരക്ടർ ഭയങ്കര ഈ മീശ വിരിച്ചുകൊണ്ടുള്ള ഗാംഭീര്യമുള്ള ക്യാരക്ടറായിരുന്നു. മീശ വിരിച്ചിട്ടുള്ള ഒരു നായകൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. കുറച്ച് ആ സമയത്ത് നമ്മളാണ് ആ സമയത്ത് തുടങ്ങിയ സമയത്ത്. അപ്പോൾ അന്ന് അത് ഈ വേണുചേട്ടൻ്റെ കഥാപാത്രമായ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. അച്ഛൻ്റെ അതേ ഡിറ്റോ ആണ് ഈ മകൻ അനുകരിക്കുന്നത്. ഞാനാണ് അതിലെ ഇളയ ആളാണ് ഹീറോ ആയിട്ടുള്ള കാര്യം. അപ്പോൾ പക്ഷെ അത് ചെയ്തപ്പോൾ അതിൽ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പുള്ളി ഇൻവോൾവ് ആയിരുന്നു. ഈ ഷൂട്ടിങ്ങിനിടയിലും പുള്ളി അന്വേഷിക്കും. അലിയാർ സാറാണ്, പ്രൊഫസർ അലിയാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹമായിരുന്നു ഇതിൻ്റെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. പക്ഷെ അലിയാർ സാർ വഴി നമുക്ക് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നു. നമുക്ക് എല്ലാ സംഭവങ്ങളും നമ്മൾ ആദ്യമായി കോളേജ് ഇറങ്ങിയപ്പോൾ ഒരു കോളേജ് വണ്ടി വാങ്ങി നമ്മൾ ലൊക്കേഷനിലേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ വിട്ടു. കോളേജ് ഫസ്റ്റ് ഇറങ്ങുക. അപ്പോൾ കോളേജിൽ യാത്ര ചെയ്യണൊക്കെ നമുക്കൊരു സന്തോഷമായിരുന്നു ആ സമയത്ത്. അതായത് ഒരു പച്ച കോളേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ അതായത് എല്ലാ 50 എപ്പിസോഡ് 100 എപ്പിസോഡ് 100 എപ്പിസോഡും അദ്ദേഹം വരികയും ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുക, ഉച്ച ഊണ് ഞങ്ങളോടൊപ്പം ഉണ്ടാവും. വിത്ത് ഫാമിലിയാണ് വരുന്നത്, അദ്ദേഹം വൈഫുമായിട്ടാണ്. അതുപോലെ എനിക്കൊരിക്കൽ എൻ്റെ ഷർട്ടുകൾ കണ്ടിട്ട് പുള്ളി ഇങ്ങനെ അതിലൊക്കെ ഡ്രസ്സൊക്കെ നല്ല ശ്രദ്ധിക്കുന്ന ആളാണല്ലോ. നമുക്കപ്പോൾ നമുക്ക് സീരിയൽ കാണുമ്പോൾ നമുക്ക് നോക്ക് ഈ മൂന്നിനെന്താ ഒരേ ഷർട്ടാണല്ലോ മറ്റേ സീരിയൽ ഇട്ടിരുന്നത്, അതേ ഡ്രസ്സാണല്ലോ ഇതിലിട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അതിൽ നമ്മളെ അദ്ദേഹത്തോട്, അതായത് അലിയാർ സാറോട്.
അപ്പോൾ അലിയാർ സാർ പറഞ്ഞു അതെങ്ങനെ നമുക്ക് അതിൽ പുള്ളി ഒരുപാട് ഉപയോഗിക്കുന്നത് കുറേ ഷർട്ടുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അവർ സ്വന്തമായിട്ട് വാങ്ങിക്കുന്നതല്ല, അവരോട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ ഇപ്പോൾ ഇത്ര ഷർട്ടുകൾ അതെല്ലാം മാറ്റണം, എല്ലാറ്റും ഒരു സീനിൽ ഒരു ഷർട്ട് ഇടാൻ പാടുന്നു പറയാൻ പറ്റില്ലല്ലോ. സീരിയൽ അത്രമാത്രം സീനിൽ പുള്ളി അഭിനയിക്കുന്നില്ലേ? ഓ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവരുടെ ഷർട്ടാണല്ലോ അവർ ഉപയോഗിക്കുന്നത്. ഓ ഉടനെ തന്നെ പുള്ളി മദ്രാസിലേക്ക് വിളിച്ചു, ചെന്നൈക്ക് വിളിച്ച് പുള്ളിയുടെ വൈഫിനടുത്ത് വിളിച്ച് പറഞ്ഞു ഒരു 20 ഷർട്ട് ഉടനെ ബ്രാൻഡഡ് ഷർട്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ബ്രാൻഡഡ് ഷർട്ട്സ്, അതായത് അലൻസോളുടെ ഒക്കെ ഷർട്ടുകളിട്ട് അഭിനയിക്കുന്ന ഒരു സെഗ്മെൻറ്റിൽ ജ്വാലയിലാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം അയച്ചു തന്നു 20 ഷർട്ട്. ഏറ്റവും അത് പുള്ളിക്ക് കളർ സെൻസൊക്കെ ഭയങ്കര ഇതുള്ളതുകൊണ്ട് മമ്മൂക്കയുടെ കളർ സെൻസിലാണ് ഷർട്ടുകൾ ഇട്ടിരിക്കുന്നത്. അങ്ങനെ പുള്ളി 20 ഷർട്ടുകൾ അയച്ചു തന്നു. അത് ഇവിടെ അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് അദ്ദേഹം ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു നമ്മളെല്ലാ കാര്യങ്ങളും. നമ്മളതുപോലെ അപ്രിഷ്യേറ്റ് ചെയ്യാനൊക്കെ പുള്ളിക്ക് അതെല്ലാം അപ് ടു ഡേറ്റ് ആണ്. എല്ലാം പുള്ളി കാണുമായിരുന്നു, കൃത്യമായിട്ട് കാണുമായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര ഫാമിലി ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമുക്കായിട്ടുള്ള. അങ്ങനെ ഒരു പ്രത്യേക മാനസിക ബന്ധം അതിലൂടെ നമുക്ക് ഒരു 100 സിനിമ ചെയ്താൽ കിട്ടുന്ന ഒരു ബന്ധം പോലൊരു ബന്ധമായിരുന്നു അന്ന് ഈ സീരിയൽ ടെലിവിഷനിൽ. ആ സമയത്ത് അതായിരിക്കും ചേട്ടൻ്റെ ആദ്യത്തെ മിനി സ്ക്രീൻ ഹിറ്റ്, ഭയങ്കര മെഗാ ഹിറ്റ്. നമ്മളെന്ന് പറഞ്ഞാൽ എത്രയോ സിനിമകൾ ചെയ്ത് ഹിറ്റാക്കിയാൽ കിട്ടുന്ന ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഒരു സ്റ്റാർഡമായിരുന്നു എനിക്ക് ആ ജ്വാല എന്ന് പറഞ്ഞപ്പോൾ. ഉറപ്പായിട്ടും അതെ. അപ്പം എനിക്ക് പിന്നെ ടെലിവിഷനിൽ നിന്ന് മാറാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അങ്ങനെയാണ് ഞാൻ ഈ സിനിമകൾ ചെയ്യാൻ പറ്റാതെ ഒന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നത്. ഏതാണ് ചേട്ടൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത്? ടെലിവിഷൻ ആണോ, ടെലിവിഷൻ മേക്കിംഗ് ആണോ, അതോ ഫിലിം മേക്കിംഗ് ആണോ? രണ്ട് എൻജോയ്മെന്റ് ആണ്. ഇതിന്നും വ്യത്യസ്തമായ എൻജോയ്മെന്റ് ആണ് നാടകം ചെയ്യുമ്പോൾ. ഞാൻ 1 man ഷോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നാടകം ചെയ്തപ്പോൾ കിട്ടുന്ന പക്ഷേ എല്ലാം വ്യത്യസ്തമാണ്. അങ്ങനെ ഒന്ന് ഏറ്റവും വലുതും ഒന്ന് ചെറുതൊന്നുമില്ല. പക്ഷേ സിനിമകൾ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും ഇഷ്ടമാണ്. എന്തുകൊണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ആ ടെലിവിഷനെ തള്ളി പറയുന്നൊന്നല്ല. പക്ഷേ സിനിമകൾ ചെയ്യുമ്പോൾ വെച്ചാൽ സിനിമ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്തു, ഇപ്പോൾ ഈ ജ്വാലയുടെ എപ്പിസോഡ്സ് വല്ലതും കണ്ടിട്ടുണ്ടോ? ഓ, ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ശരി, ഇനി കുറച്ചുകൂടി കഴിഞ്ഞ ജനറേഷനോട് ചോദിച്ചാൽ അവർക്ക് കാണാൻ പറ്റില്ല, അവർ കണ്ടിട്ടുണ്ടാവില്ല. അതിൽ മികച്ച സീൻസ് കുറേ, അതായത് സെറ്റ് മുഴുവൻ കൈയടിച്ച സീൻസ് ഒക്കെ അതിലുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും പലർക്കും കാണാൻ പറ്റില്ല. ഇപ്പൊക്കെ ആണെങ്കിൽ കാണാൻ പറ്റും, കാരണം യൂട്യൂബിലൊക്കെ നമുക്ക് കാണാം, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഇതിലെല്ലാം കാണാൻ പറ്റും. അന്ന് കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോഴേ തൊട്ട് ഞാൻ ചിന്തിക്കുകയാണ്, അപ്പം നമ്മൾ ചരിത്രമാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സിനിമ ചെയ്യണം. സിനിമയാകുമ്പോൾ ചെയ്താൽ, ഇപ്പോൾ സത്യൻ സാറിൻ്റെ ഒക്കെ പടങ്ങൾ, എത്രയോ മുമ്പുള്ള പടങ്ങൾ നമ്മൾ കാണുന്നില്ലേ ഇപ്പോൾ. അപ്പോൾ സിനിമകൾ ചെയ്യണം. അപ്പോൾ ആ സിനിമകൾ ചരിത്രമാവണമെങ്കിൽ സിനിമ ചെയ്യണം. ഒരു ആക്ടർ എന്ന നിലയ്ക്ക്, ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമാവണമെങ്കിൽ നമ്മൾ സിനിമ ചെയ്തേ പറ്റൂ. ആ ചിന്തയാണ് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് ടെലിവിഷൻ കുറച്ചൊന്ന് നിർത്തിവെച്ച് സിനിമകൾ കുറച്ച് ചെയ്യണമെന്ന് തോന്നിപ്പിക്കാൻ കാരണം. അല്ലാതെ എനിക്ക് അങ്ങനെ ഞാൻ രണ്ടിനും വേർതിരിച്ചൊന്നും കണ്ടിട്ടില്ല. പക്ഷേ സിനിമ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ പറയാണ്, സാർ നമുക്ക് ഒന്നും കൂടി എടുക്കാം എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി അല്ലാതെ 10 പ്രാവശ്യം നന്നായിട്ട് എടുക്കണമെങ്കിൽ 10 പ്രാവശ്യം എടുക്കാൻ തയ്യാറായിരിക്കും സിനിമയിൽ. ടെലിവിഷനിൽ നമ്മളൊരു മിനിമം സാധനം കൊടുക്കുമ്പോൾ തന്നെ അവർ ഹാപ്പി ആവും. കാരണം വെച്ചാൽ അവർക്ക് അത്രേ സമയമുള്ളൂ. ഇതിന് വീണ്ടും പെർഫെക്റ്റ് ആക്കി കൊണ്ടിരിക്കാൻ പറ്റില്ല, സമയമില്ല. കാരണം നമുക്ക്, അതായത് ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ ഒരു സിനിമ നമ്മൾ ചെയ്യുന്ന 45 ദിവസം കൊണ്ടാണ് സിനിമ ചെയ്യുന്നത് വെച്ചാൽ ആ സിനിമ ചെയ്യുന്ന ലെങ്ത്, ആ 45 ദിവസം കൊണ്ട് എടുക്കുന്ന സിനിമ ചെയ്യണ ലെങ്ത് ഇവിടെ ഷൂട്ട് ചെയ്യുന്ന ചിലപ്പോൾ 1.5 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടായിരിക്കും. അപ്പോൾ അത്രയ്ക്കുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. അതൊരു ആക്ടർ എന്ന നിലയ്ക്ക് നമ്മളെ ബാധിക്കും. തീർച്ചയായും സിനിമ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് കുറച്ചുകൂടി നന്നായി ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ തീർച്ചയായും നമുക്കത് അപ്രിഷ്യേറ്റ് ചെയ്യുള്ളൂ.